ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പിന്നെ ഇതാട്ടോ എൻ്റെ പുതിയ മൈക്ക് വന്നതിന് ശേഷം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടണം. സമയം പോലെ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾറെഡി ലേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. കുട്ടീനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ഇൻഫോ പാർക്ക് എത്തി. രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. പിന്നെ കുട്ടു ആയിരുന്നിട്ട് എന്നെ കൊണ്ടാക്കിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ മെല്ലെ ലോഗിനൊക്കെ ചെയ്ത് ടാസ്കൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവന്മാർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വിശാലേട്ടനൊരു മിച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തുറന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തീർന്നു. ഓഫീസിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു 11:30 ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവന്മാരായിട്ടാണ് ഞാൻ എപ്പോഴും ചായ കുടിക്കാൻ വരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ കാർണിവലിൽ പുതിയൊരു വെൻഡിങ് മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊമോഷൻ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇതാട്ടോ ഐറ്റം. ഇത് നമ്മുടെ സീതാപ്പയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ചെറിയൊരു സംരംഭമാണ്. ഇതാട്ടോ നമ്മുടെ സീതാപ്പ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മെല്ലെ ബാക്ക് ടു വർക്കായി. വർക്കിൻ്റെ വീഡിയോസൊന്നും അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ ടൈം എനിക്ക് ക്യാമറ ഓൺ ആക്കി ഇരുന്നാൽ എന്നെ അവിടെ തൂക്കും. അതുകൊണ്ടാണ് ഞാൻ അധികം എടുത്തില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഘ്നേഷിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫെയർവെൽ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വിഘ്നേഷിൻ്റെ വക നമുക്ക് നല്ലൊരു സാൻഡ്വിച്ചും ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ വിഘ്നേഷിന് ഫ്യൂച്ചറിലോട്ട് ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോൾ ഞാൻ ലോഗൗട്ട് ചെയ്ത് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ബസ്സിനാണ് പോകുന്നത്. ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. ഇനി 8 മണിയാകുമ്പോൾ എനിക്ക് ജിമ്മിൽ പോകാനുണ്ട്. പക്ഷെ ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, ഇന്നത്തെ രാത്രി എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള രാത്രിയാണ്. ഇന്ന് കുട്ടു ഇവിടെ ഇല്ല. അതല്ല സ്പെഷ്യാലിറ്റി. കുട്ടു സാധാരണ സൈറ്റ് പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറാണ് പതിവ്. അപ്പം ഇന്ന് തന്നെ രാവിലെ അവൻ ഓഫീസിലാക്കിയിട്ട് ആ വഴിയാണ് പോയത്. നാളെ വരുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴായിരിക്കും എൻ്റെ 2 വീട്ടുകാരും അറിയുന്നത് ഞാൻ ഇവിടെ ഇന്ന് ഒറ്റയ്ക്കാണ്. സാധാരണ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. എനിക്ക് നല്ല പേടിയാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാണ് ഗൈസ്. കുട്ടു കുറേ പറഞ്ഞു പേടിയാണെങ്കിൽ വീട്ടിൽ പോയി നിന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ജിമ്മിൽ പോയിട്ട് ഒരു 9:30 ആകുമ്പോൾ വരും. അപ്പോൾ ബാക്കി നമുക്ക് പോയി വന്നിട്ട് കാണാം. അപ്പം ഇന്ന് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ നിൽക്കണേ. അപ്പോൾ ബാക്കി പോയിട്ട് വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ജിമ്മിലോട്ട് പോവാണ്. കാണുന്നതാട്ടോ ഞങ്ങളുടെ ജിമ്മും. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വഴി. ഈ വഴി നേരെ പോയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാണ് ജിമ്മ്. അങ്ങനെ ജിമ്മിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കാർഡിയോ ചെയ്യും കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ഇതിലിങ്ങനെ നടക്കും. അതിനുശേഷം ഓരോ വർക്കൗട്ടൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ അവിടെ ആശാനുണ്ട്, ട്രെയിനറുണ്ട്. അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് പറയാം അടുത്തത് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊരു 1-2 വീക്ക് ആയിട്ടുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ട് ആശാൻ ഇങ്ങനെ കളിയാക്കുമായിരുന്നു കേട്ടോ. പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു ഗൈസ്. ഇന്ന് കുറച്ച് വെയിറ്റൊക്കെ പൊക്കാനുണ്ടായിരുന്നു. ഷോൾഡർ എക്സസൈസും ആപ്സൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുക, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി വന്നു, ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷൊക്കെ ആയി. അപ്പം എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, കുട്ടുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല, കറണ്ടൊന്നും പോവില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ടോണർ കേട്ടോ യൂസ് ചെയ്യുന്നത്, പ്ലമ്മിൻ്റെ. കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സിറാട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഈ അസയ ബ്രാൻഡിൻ്റെ സിറ അടിപൊളിയാണ്. ഞാൻ ഒരു 40 days ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ പീരിയഡ്സ് ടൈം ആകുമ്പോൾ ഒരു കുരു വരും, പിന്നെ അത് പോകാൻ വേണ്ടിയിട്ട് 1 മാസം എടുക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സിറ ഇപ്പോൾ ഒരു 40 days ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുരുള്ള ഭാഗത്ത് മാത്രമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്.
ഞാൻ ഇത് നൈറ്റ് മാത്രം കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. രാവിലെ ഒരു സെറം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യില്ല. ജസ്റ്റ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അത്രയ്ക്കേ ഉള്ളൂ. സെറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. ഇനി ലിപ് ബാമും കൂടി ഇടണം. ഇത് തീർന്നു ഗൈസ്. ഇത് ഒരച്ച് തേക്കുക. നല്ല മോയ്സ്ചറൈസറാണ്, പക്ഷെ നല്ല ലിപ് ബാമാണ്. പക്ഷെ എന്തൊക്കെയാ പറയണ, പേടിച്ചിട്ട് അത് തോന്നിടൂ. പറയണൊക്കെ മണ്ടത്തരായി വരുന്നുണ്ട്. അങ്ങനെ സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഹെയറിൽ ഈ ഒരു വിഷ് കെയറിൻ്റെ സെറം കൂടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ കുറേ ആയി. എൻ്റെ ബേബി ഹെയർസൊക്കെ നല്ലപോലെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുടി വളർന്നു. മുടി വളരുന്നത് അറിയുമെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ റൂട്ടിൽ നിന്ന് ഗ്രേ ഹെയർ വളരും. അപ്പോൾ നല്ലപോലെ ഗ്രേ ഹെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് നല്ല വർക്കിംഗ് ആണെന്നാണ്. ഇനി ഞാൻ കുറച്ചധികം അപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നായിരുന്നു ഞാൻ കുറച്ചിങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് എൻ്റെ കൂടെ കൂട്ടിനുള്ളത് ആ പുറകിലുള്ള ബൊമ്മക്കുട്ടികളാട്ടോ. കുറേ ഉണ്ട്, അപ്പുറത്തെ റൂമിലുണ്ട്. എനിക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.